നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ശീമച്ചക്ക തീയൽ. ശീമച്ചക്ക നമുക്ക് തീയലാണ്. അപ്പോൾ ശീമച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഉള്ളി, ചെറിയ ഉള്ളി കുറച്ച്, രണ്ട് തക്കാളി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കടുക്, അതുപോലെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമുക്കിതിലോട്ട് ശീമച്ചക്ക ഇട്ട് കൊടുക്കാം. ശീമച്ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ഉള്ളി, അത് കഴിഞ്ഞ് തക്കാളി, 2 തക്കാളി അരിഞ്ഞതാണ്. ഇനി നമുക്കിതിനെ ഇളക്കണം. ഇളക്കി ഇതിലോട്ട് കുറച്ച് ഉപ്പ്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ, തിരുകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയും നമുക്കിത് വറുത്തെടുക്കണം. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചത് കുറച്ച് തിളപ്പിച്ച ചൂട് വെള്ളവും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനിയൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊട്ട് മല്ലിപ്പൊടി 1, 2, 3 സ്പൂൺ. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ, പിന്നെ 1 കഷ്ണം പുളി. അപ്പോൾ നമുക്ക് ഇതിലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിത് തിളയ്ക്കാൻ വയ്ക്കാം. തീയൽ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി നാളെ കാണാം.